നമസ്കാരം, ഞാൻ ശ്രുതി. വിഒ കട്ട് ഓഫ് ട്രാൻസാക്ഷനിൽ മെമ്പർ സേവിങ്സ് എന്ന സബ് ഹെഡാണ് അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനായി മെമ്പർ സേവിങ്സ് എന്നത് സെലക്ട് ചെയ്യുക. മെമ്പർ സേവിങ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പൽസറി സേവിങ്സ് ആയോ വോളണ്ടറി സേവിങ്സ് ആയോ അയൽക്കൂട്ടങ്ങൾ വിഒയിൽ സേവ് ചെയ്തിട്ടുള്ള, അതായത് വിഒയിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. സാധാരണയായി SHGസിൽ ADSൽ സമ്പാദ്യം നിക്ഷേപിക്കുന്നതായി കാണുന്നില്ല. ആയതിനാൽ ഈ ഫീൽഡിൽ ആവശ്യമുള്ളവർ മാത്രം എൻ്റർ ചെയ്ത് അടുത്ത സെക്ഷനിലേക്ക് പോകാവുന്നതാണ്. മെമ്പർ ട്രാൻസാക്ഷനിൽ തന്നെ അടുത്ത സബ് ഹെഡായ ക്ലോസ്ഡ് ലോൺ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായി ക്ലോസ്ഡ് ലോൺ സെലക്ട് ചെയ്യുക. ഈ ഹെഡിൽ വിഒയിൽ നിന്നും SHGകൾക്ക് നൽകിയ ക്ലോസ് ചെയ്തിട്ടുള്ള ലോണുകളുടെ ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. കട്ട് ഓഫ് ക്ലോസ്ഡ് ലോൺ ചെയ്യുന്നതിനായി പ്ലസ് ബട്ടൺ അമർത്തി നെക്സ്റ്റ് പേജിലേക്ക് പോവുക. ഇവിടെ SHG നെയിം, ടോട്ടൽ നമ്പർ ഓഫ് ലോൺസ്, ടോട്ടൽ ലോൺ എമൗണ്ട് എന്നിവയാണ് നൽകേണ്ടത്. സാധാരണയായി ADSൽ നിന്നും അയൽക്കൂട്ടങ്ങൾക്ക് VRF നൽകാറുണ്ട്. അതുപോലെ മറ്റേതെങ്കിലും ലോണുകൾ ADSൽ നിന്നും SHGകൾക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ കിട്ടിയ അയൽക്കൂട്ടങ്ങളെ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ADSൽ നിന്നും VRF ലഭിച്ച് ക്ലോസ് ചെയ്ത ഒരു SHGയുടെ ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്ത് കാണിക്കാം. അതിനായി SHG സെലക്ട് ചെയ്യുന്നു. ടോട്ടൽ നമ്പർ ഓഫ് ലോൺ എന്ന കോളത്തിൽ SHGക്ക് വിഒയിൽ നിന്നും ലഭ്യമായ ലോണുകളിൽ കട്ട് ഓഫ് ഡേറ്റിന് മുൻപ് ക്ലോസ് ചെയ്ത ലോണുകളുടെ എണ്ണം നൽകുന്നു. അടുത്തതായി ടോട്ടൽ ലോൺ എമൗണ്ട് എന്ന കോളത്തിൽ ക്ലോസ് ചെയ്ത ലോണുകളുടെ ടോട്ടൽ എമൗണ്ട് നൽകുന്നു. അതുപോലെ ആ വിഒയിലുള്ള ക്ലോസ്ഡ് ലോൺ ഡീറ്റെയിൽസ് എല്ലാം നൽകണം. ഇപ്പോൾ ഇതാ ക്ലോസ്ഡ് ലോൺ എമൗണ്ട് തന്നതിന് ശേഷം സേവ് ചെയ്യുക. ഇതുപോലെ ആ വിഒയിൽ അയൽക്കൂട്ടങ്ങൾക്ക് കിട്ടിയ എല്ലാ ലോണുകളുടെയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത ശേഷം ബാക്ക് ബട്ടൺ ഉപയോഗിച്ച് മെയിൻ മെനുവിലേക്ക് പോവുക. അടുത്തതായി നമ്മൾ മെമ്പർ ട്രാൻസാക്ഷനിലെ തന്നെ ആക്റ്റീവ് ലോൺ എന്ന സബ് ഹെഡാണ് നോക്കാൻ പോകുന്നത്. അതിനായി ആക്റ്റീവ് ലോൺ എന്ന സബ് ഹെഡ് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ നോക്കുന്നത് കട്ട് ഓഫ് ഡേറ്റിൽ ആക്റ്റീവായി നിൽക്കുന്ന ലോണുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ എൻ്റർ ചെയ്ത് നൽകേണ്ടത്. ആക്റ്റീവ് ലോൺ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നതിനായി പ്ലസ് ബട്ടൺ ഉപയോഗിച്ച് വരുന്ന പേജിൽ SHG നെയിം സെലക്ട് ചെയ്യുക. ലോൺ നമ്പർ എന്നത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അടുത്ത ഇതായ ഫണ്ട് സോഴ്സ് സെലക്ട് ചെയ്യുക. ഫണ്ട് സോഴ്സ് എന്ന ഹെഡിൽ വിഒയിൽ നിന്ന് SHGക്ക് ഏത് ഹെഡിൽ നിന്നാണോ ലോൺ നൽകിയിട്ടുള്ളത് അത് സെലക്ട് ചെയ്യുക. ലോൺ ഗിവൺ എമൗണ്ട് എന്ന സ്ഥലത്ത് കിട്ടിയ എമൗണ്ട് അടിച്ചു കൊടുക്കുക. പ്രിൻസിപ്പൽ റീപെയ്ഡ് എന്ന സ്ഥലത്ത് അടച്ച തുക അടച്ചു കൊടുക്കുക. പ്രിൻസിപ്പൽ ഔട്ട്സ്റ്റാൻഡിങ് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. പ്രിൻസിപ്പൽ ഓവർ ഡ്യൂ ആയി നിൽക്കുകയാണെങ്കിൽ അത് അടിച്ചു കൊടുക്കുക. ഇൻട്രസ്റ്റ് റേറ്റ് അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് പെയ്ഡ് ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് അടച്ചിട്ടുണ്ടെങ്കിൽ അതടിക്കുക. ഇൻട്രസ്റ്റ് ഓവർ ഡ്യൂ ആയി നിൽക്കുകയാണെങ്കിൽ അത് എൻ്റർ ചെയ്യുക. ലോൺ ഡിസ്പേഴ്സ് ചെയ്ത ഡേറ്റ് എൻ്റർ ചെയ്യുക. മോഡ് ഓഫ് പേയ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ക്യാഷ് ഓർ ബാങ്ക് ക്യാഷ് അടിച്ചു കൊടുക്കുക. റിമൈനിങ് പീരിയഡ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം സേവ് ചെയ്യുക. ഡു യു വാണ്ട് ടു ചേഞ്ച് ദി EMI ഷെഡ്യൂളിൽ ഷെഡ്യൂളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ യെസ് നൽകുക. മാറ്റം വരുത്തണ്ട എന്നുണ്ടെങ്കിൽ നോ നൽകി കട്ട് ഓഫ് ആക്റ്റീവ് ലോൺ എന്ന ഹെഡിലോട്ട് പോവുക. അതുപോലെ വിഒയിൽ ആക്റ്റീവായി നിൽക്കുന്ന എല്ലാ ലോണുകളും എൻ്റർ ചെയ്ത ശേഷം ബാക്ക് ബട്ടൺ ഉപയോഗിച്ച് നമ്മുടെ കട്ട് ഓഫ് മെനു എന്ന പേജിലോട്ട് വരിക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്